നമസ്കാരം. സ്റ്റാൻഡേർഡ് 6 ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി 6ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമായ ഭൂമി കഥയും കാര്യവും എന്ന ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ്. ഇതിൽ അക്ഷാംശ രേഖാംശരേഖകളുടെ ഫീച്ചേഴ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ബാക്കി തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പഠിപ്പിച്ച അത്രയും ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ലുക്ക് അറ്റ് ദീസ് ഫിഗർ. ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ കാണിക്കുന്നത് ഭൂമിയുടെ 2 പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ അവസ്ഥയാണ്. ഒരേ സമയം ഈ ഭൂമിക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം, ഭൂമിയുടെ 2 വശങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കുട്ടി ഉറങ്ങുന്നു, മറു സൈഡിലെ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. എന്താണ് ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഈ 2 പേരും ഈ ഭൂമിക്ക് വിപരീത ദിശകളിലാണ് കഴിയുന്നത്. എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ലുക്ക് അറ്റ് ദ ഫിഗർ 5.12. അലീന ആൻഡ് അമ്മു ആർ 2 children living at places located on almost opposite faces of the earth. ഭൂമിയിലെ ഏതാണ്ട് വിപരീത വശങ്ങളിലെ 2 സ്ഥലങ്ങളിൽ താമസിക്കുന്ന കുട്ടികളാണ് അലീനയും അമ്മുവും. ഈ കുട്ടികളുടെ പേരാണ് അലീനയും അമ്മുവും. അവർ ഈ ഭൂമിയുടെ 2 വിപരീത ദിശകളിലാണ് താമസിക്കുന്നത്. അലീന ലിവ്സ് ഇൻ കാലിഫോർണിയ ഇൻ ദ USA ആൻഡ് അമ്മു ലിവ്സ് ഇൻ കേരള. അലീന താമസിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ കാലിഫോർണിയയിലും അമ്മു കേരളത്തിലുമാണ് താമസിക്കുന്നത്. ഫ്രം the globe you can understand that these places are located on opposite faces of earth. ഗ്ലോബ് വരച്ചു വച്ചാൽ ഈ സ്ഥലങ്ങൾ വിപരീത ദിശയിലാണ് നമുക്ക് മനസ്സിലാകും. ഒരു ഗ്ലോബ് എടുത്ത് നോക്കിയാൽ USAയും കേരളവും എങ്ങനെയാണ്, ഇതുപോലെ തന്നെ ഗ്ലോബിൻ്റെ വിപരീത ദിശകളിലാണെന്ന് നമുക്ക് മനസ്സിലാകും. While Ammu goes to school in the morning, Alina is sleeping at night. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവിടെ അമ്മു രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അലീന രാത്രിയിൽ ഉറങ്ങുകയാണ്. While Alina goes to school in the morning, it will be night at Ammu's place. അതുപോലെ തന്നെ അമ്മു രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അലീന രാത്രി ഉറങ്ങുകയാണെങ്കിൽ അലീന രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴോ അമ്മുവിൻ്റെ നാട്ടിൽ എന്തായിരിക്കും? രാത്രി ആയിരിക്കും. Thus, day and night are experienced one after the other. When it is day on one face of the earth, the opposite face experiences night. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഭൂമിയിൽ ഒരു ഭാഗത്ത് പകൽ അനുഭവപ്പെടുമ്പോൾ നേരെ മറുഭാഗത്ത് രാത്രിയായിരിക്കും. അതുകൊണ്ടാണ് USAയിൽ രാത്രിയാവുമ്പോൾ കേരളത്തിൽ പകലാകുന്നത്. കേരളത്തിൽ രാത്രിയാവുമ്പോൾ USAയിൽ എന്താവും? പകലാവും. കാരണം എന്താണ്? 2 വ്യത്യസ്ത ദിശകളിലാണ് ഈ രാജ്യങ്ങളുടെ, ഈ നാടിൻ്റെ കിടപ്പ്. Thus, day and night are experienced one after other. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നു. Let us see how this happens through a simple experiment. ഇത് നമുക്ക് മനസ്സിലാക്കാനൊരു ചെറിയ പരീക്ഷണം ഇവിടെ പറയുന്നുണ്ട്. ഒരു ചിത്രത്തിൻ്റെ സഹായത്തിൽ ഒരു ചെറിയ പരീക്ഷണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഗ്ലോബ് ഇരുട്ടത്ത് കൊണ്ടുവെക്കുക, ഇരുട്ടുള്ളൊരു മുറിയിൽ കൊണ്ടുവച്ചിട്ട് അതിലേക്ക് ഒരു ടോർച്ച് അടിച്ചാൽ ആ ടോർച്ചിൻ്റെ പ്രകാശം ആ ഗ്ലോബിൽ എല്ലാ വശങ്ങളിലേക്കും പതിയുകയില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ പ്രകാശം ഉണ്ടാകുകയുള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്? ആ പ്രകാശം പതിയുന്ന ഭാഗത്ത് മാത്രം പകലും എതിർഭാഗത്ത് ഇരുട്ടുള്ള ഭാഗത്ത് എന്തായിരിക്കും? രാത്രിയുമാണെന്നാണ് ആ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. As shown in the picture figure 5.13, place a globe against any source of light.
ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്ലോബ് ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിന് അഭിമുഖമായി ടോർച്ചോ മെഴുകുതിരിയോ എന്ത് ആണേലും മതി, അഭിമുഖമായിട്ട് വരത്തക്കവണ്ണം പിടിച്ചു നോക്കൂ. നൗ വൺ ഫേസ് വിൽ ബി ഇലൂമിനേറ്റഡ് ആൻഡ് ദ അതർ വിൽ ബി ഇൻ ദ ഡാർക്ക്. അങ്ങനെ പ്രകാശിക്കുമ്പോൾ ഒരു ഭാഗം പ്രകാശിതമാകുമ്പോൾ മറുഭാഗം ഇരുട്ടിലായിരിക്കുന്നതായിട്ട് കാണാം. ഇനി ഈ ഗ്ലോബ് ഒന്ന് കറക്കി നോക്കിയാലോ. ഇറ്റ് ഈസ് ഇൻ ദ സെയിം മാനർ ദാറ്റ് ഡേ ആൻഡ് നൈറ്റ് ഒക്കേഴ്സ് ഓൺ ദ എർത്ത്. ഇങ്ങനെ തന്നെയാണ് ഈ ഗ്ലോബ് കറക്കി നോക്കുമ്പോഴും പ്രകാശിതമായിരുന്ന ഭാഗം ഇരുട്ടിലേക്ക് പോകുന്നതും ഇരുട്ടിലായിരുന്ന ഭാഗം പ്രകാശത്തിലേക്ക് വരുന്നതും നമുക്ക് കാണാം. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഭൂമിയുടെ ഒരു ഭാഗത്ത് പ്രകാശമുള്ളപ്പോൾ മറുഭാഗത്ത് ഇരുട്ടാണെന്ന് നമുക്ക് മനസ്സിലാകാം. ഇതുപോലെ തന്നെയാണ് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഒരിടത്ത് രാത്രിയാവുമ്പോൾ മറുഭാഗത്ത് എന്തായിരിക്കും? പകലായിരിക്കും. ഇറ്റ് ഈസ് ഇൻ ദ സെയിം മാനർ ദാറ്റ് ഡേ ആൻഡ് നൈറ്റ് ഒക്കേഴ്സ് ഓൺ ദ earth. Don't you know the source of light for the earth is the sun? ഭൂമിയുടെ പ്രകാശ സ്രോതസ് ആരാണ്? സൂര്യനാണ്. നമുക്കറിയാം അല്ലേ? നിങ്ങൾക്കറിയാം, നമുക്ക് പ്രകാശം തരുന്ന, ഭൂമിയിലേക്ക് പ്രകാശം എത്തിച്ചു തരുന്ന ആളാരാണ്? സൂര്യനാണ്. You have already learned that the shape of the earth is spherical and that it spins on its own axis. അതുപോലെ നിങ്ങൾ ഈ അധ്യായത്തിൻ്റെ ആദ്യം പഠിച്ചു, ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും പഠിച്ചു. The part of the earth facing the sun due to rotation gets illuminated and experienced day. ഭൂമി സ്വയം കറങ്ങുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റൊട്ടേഷൻ, ഭ്രമണം എന്ന് പറയുന്നു. ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ അവിടെ എന്താവും? പകൽ അനുഭവപ്പെടുന്നു. ആസ് ദ ഓപ്പോസിറ്റ് ഫേസ് ഡസ് നോട്ട് ഗെറ്റ് സൺലൈറ്റ് നൈറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ദെയർ. അത് അച്ചുതണ്ടിൽ കറങ്ങി സൂര്യന് നേരെ വരുന്ന ഭാഗം പകലും കറങ്ങി സൂര്യന് നേരെ വരുമ്പോൾ മറുഭാഗത്ത് എന്തായിരിക്കും? രാത്രിയുമായിരിക്കും. ഭൂമിയിൽ പകലും രാത്രിയും, മറുഭാഗത്ത് സൂര്യപ്രകാശം അപ്പോൾ എത്താത്തതിനാൽ അവിടെ രാത്രിയും ആയിരിക്കും. ഡേ ആൻഡ് നൈറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് വൺ ആഫ്റ്റർ ദ അതർ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നത് റൊട്ടേഷൻ മൂലമാണ്, ഭ്രമണം മൂലം ആണ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുമ്പോൾ സൂര്യന് നേരെ വരുന്ന ഭാഗത്ത് പകലും മറുവശത്ത് രാത്രിയുമായിരിക്കും. ഇത് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് രാവും പകലും ഉണ്ടാകാൻ, ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവാൻ കാരണം. ദ എർത്ത് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഭൂമിക്കൊരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ സമയം വേണം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡേ. ഇതിനെയാണ് നമ്മൾ ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഭൂമിക്ക് ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ വേണം. ആ 24 മണിക്കൂറിനെ നമ്മളൊരു ദിവസമെന്ന് കണക്കാക്കുന്നു. സി വെദർ ദ ഫേസ് ഓഫ് ദ എർത്ത് വെയർ യു ലീവ് ഈസ് നൗ ഫേസിങ് ദ സൺ ഓർ നോട്ട്. ഭൂമിക്കൊരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വസിക്കുന്ന ആ ഭാഗം ഇപ്പോൾ സൂര്യന് അഭിമുഖമാണോ? ഈ വർക്ക്ഷീറ്റിൽ നോക്കുക. റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, അതുപോലെ തന്നെ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നു, ഇവിടെ സൂര്യപ്രകാശം. അതുപോലെ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അപ്പോൾ സൂര്യപ്രകാശം ഇവിടെ പതിയുന്നു, അതുപോലെ തന്നെ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നു. ആ കൊടുത്ത ചിത്രത്തിൽ ദ അബവ് പിക്ചേഴ്സ് കളർ ദ ഫേസ് ഓഫ് ദ എർത്ത് എക്സ്പീരിയൻസിങ് ഡേ വിത്ത് യെല്ലോ ക്രയോൺ ആൻഡ് ദ ഫേസ് ഓഫ് ദ എർത്ത് എക്സ്പീരിയൻസിങ് നൈറ്റ് വിത്ത് ബ്ലാക്ക് ക്രയോൺ. മുകളിൽ തന്നിട്ടുള്ള ആ ചിത്രത്തിൽ ഭൂമിയിൽ പകൽ അനുഭവപ്പെടുന്ന ഭാഗത്തെ മഞ്ഞ ക്രയോൺ ഉപയോഗിച്ചും രാത്രി അനുഭവപ്പെടുന്ന ഭാഗം കറുത്ത ക്രയോൺ ഉപയോഗിച്ചും നിറം നൽകണം. അതായത് സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗം നേരെ കാണുന്ന ഭാഗത്ത് പകലായിരിക്കും, അവിടെ യെല്ലോയും എതിർവശത്ത് എന്തടിക്കണം? ബ്ലാക്കും അടിക്കുക. ഇതിൽ ചിത്രത്തിലും അങ്ങനെ തന്നെ. അതിൻ്റെ ഭ്രമണം കാണിക്കാനുള്ളൊരു ചിത്രമാണ്, വർക്ക്ഷീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വസിക്കുന്ന ഭാഗം ഇപ്പോൾ സൂര്യന് അഭിമുഖമാണോ എന്ന് വെച്ചാൽ രാത്രിയാണോ പകലാണോ എന്നാണ് ഉള്ള ചോദ്യം. എന്ന് വെച്ചാൽ ഭൂമി സ്വയം കറങ്ങുമ്പോൾ സൂര്യപ്രകാശം ഏത് ഭാഗത്തടിക്കുന്നു അവിടെ പകലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും രാത്രിയും ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ
ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. അതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന മറ്റൊരു പ്രതിഭാസമാണ് സൺറൈസ് ആൻഡ് സൺസെറ്റ്, ഉദയവും അസ്തമയവും. എന്താണ് ഇതിനൊക്കെ കാരണം? ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് ദൃശ്യമാകുന്നത്. നമ്മൾ കരുതും സൂര്യനാണ് സഞ്ചരിക്കുന്നത്. അല്ല, ശരിക്കും ഭൂമിയാണ് സഞ്ചരിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണമാണ് ഇതിന് കാരണം. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ദ ട്രീസ് ആൻഡ് ബിൽഡിങ്സ് സിം ടു മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വൈൽ വി ട്രാവൽ ഇൻ വെഹിക്കിൾസ്. അതിനെ എന്തുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയും? വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ എതിർ ദിശയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് പിന്നോട്ട് പോകുന്നതായിട്ട് തോന്നാറുണ്ട്, അല്ലേ? യഥാർത്ഥത്തിൽ അവ ചലിക്കുന്നുണ്ടോ? ആ മരങ്ങൾ ചലിക്കുന്നുണ്ടോ? ആ വീടുകൾ ചലിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതുപോലെയാണ് ഭൂമിയിൽ നിന്ന് വളരെ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ മരങ്ങളും കെട്ടിടങ്ങളും എതിർദിശയിലേക്ക് സഞ്ചരിക്കുന്നത് പോലെയാണ് നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ സൂര്യൻ കിഴക്ക് ഉദിച്ചതായിട്ടും പടിഞ്ഞാറ് അസ്തമിച്ചതായിട്ടും നമുക്ക് തോന്നുന്നത്. ഡു ദേ റിയലി മൂവ്? സഞ്ചരിക്കുന്നുണ്ടോ? സിമിലർലി, അതുപോലെയാണ് ദ സൺ വിച്ച് ഈസ് ഫാർ എവേ ഫ്രം ദ എർത്ത് സീംസ് ടു റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതായിട്ടും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടും ദൃശ്യമാകുന്നത് ഈ റൊട്ടേഷൻ മൂലം ആണ്. ടേൺ എ ഗ്ലോബ് പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ 5.15. മേശപ്പുറത്തിരിക്കുന്ന ഒരു ഗ്ലോബിനെ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇടത് ഭാഗത്ത് നിന്ന് വലതു ഭാഗത്തേക്കൊന്ന് കറക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? Imagine that the left side is the west and the right side is the east. അപ്പോൾ ഇടത് ഭാഗം പടിഞ്ഞാറും വലതു ഭാഗം കിഴക്കുമാണെന്ന് നമ്മൾ സങ്കല്പിക്കണം. ഭൂമിയുടെ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ദാറ്റ് ദ സൺ സീംസ് ടു റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ്. ഇടത് ഭാഗം പടിഞ്ഞാറും വലതു ഭാഗം കിഴക്കുമാണെന്ന് സങ്കല്പിക്കുക. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടായതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ ആയിട്ട് നമുക്ക് തോന്നുന്നത്. പകൽ വിവിധ സമയങ്ങളിലെ നിഴലിൽ മാറ്റം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇടത് ഭാഗത്ത് നിന്ന് വലതു ഭാഗത്തേക്ക് ഈ ഗ്ലോബ് കറക്കുക. ഇടത് ഭാഗം എന്താണ്? പടിഞ്ഞാറ് ഭാഗമായിട്ടും വലതു ഭാഗം നമ്മൾ കിഴക്കുമാണെന്നങ്ങ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് നമുക്ക് എന്ത് തോന്നുന്നത്? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത്. ഹാവിങ് ടു നോട്ടീസ് ദ ചേഞ്ചസ് ഇൻ ദ ഷാഡോസ് ഓഫ് ഓവർ ദ ഡേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പകൽ വിവിധ സമയങ്ങളുടെ നമ്മുടെ നിഴലൊന്ന് ശ്രദ്ധിക്കണം. ആ നിഴലിൻ്റെ അളവിന് വരുന്ന മാറ്റം, ചെറുതായി വലുതായി ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. ഒരു വർക്ക്ഷീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രോ ദ സൺ അറ്റ് ദ പ്രോപ്പർ പൊസിഷൻ വിത്ത് റെഫറൻസ് ടു ദ ഷാഡോസ് ഗിവൺ. ഓരോ ചിത്രത്തിലെയും നിഴലിനെ അടിസ്ഥാനമാക്കി യഥാസ്ഥാനത്ത് സൂര്യനെ വരച്ച് ചേർക്കുക. ഈ ചിത്രത്തിൽ നിഴൽ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും എപ്പോഴും സൂര്യൻ. ഇവിടെ വരുമ്പോൾ സൂര്യൻ എവിടെയായിരിക്കും? ഈ മരത്തിന് തൊട്ടു മുകളിലായിരിക്കും. ഇവിടെ നിഴലിന് ഓപ്പോസിറ്റ്. അങ്ങനെ സൂര്യൻ്റെ ചിത്രം വരച്ച് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. അപ്പോൾ നമ്മൾ ഡേ ആൻഡ് നൈറ്റ് പഠിച്ചു. അതുപോലെ സൺറൈസ് സൺസെറ്റ് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന മറ്റൊരു അതിശയകരമായ ഒരു വസ്തുതയാണ് ചേഞ്ചിങ് സീസൺസ്, മാറുന്ന കാലങ്ങൾ, നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. Along with the rotation on its axis, the earth also moves around the sun. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. The movement of the earth around the sun is called revolution. ഈ വലം വയ്ക്കലിനെ നമ്മൾ എന്ത് പറയുന്നു? പരിക്രമണം എന്ന് പറയുന്നു. അതായത് ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനൊപ്പം സൂര്യനെ വലം വെക്കുന്നു. അതിനെ നമ്മൾ പറയുന്നതാണ് റവല്യൂഷൻ, പരിക്രമണം എന്ന്
പറയുന്നത്. ആ പരിക്രമണം മൂലമാണ് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ കാലങ്ങളും. വാട്ട് ഓൾ ചേഞ്ചസ് ഒക്കർ ഇൻ അവർ സറൗണ്ടിങ്സ് ഇൻ എ സിംഗിൾ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റിലും അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റൈനി സീസൺ ബിഗിൻസ് വിത്ത് ദ റീഓപ്പണിംഗ് ഓഫ് സ്കൂൾ. നമ്മുടെ സ്കൂൾ തുറക്കുമ്പോൾ എന്താണ് നമ്മുടെ കാലാവസ്ഥ? നല്ല മഴയാണ് അല്ലേ? സ്കൂൾ വർഷാരംഭത്തോടെ മഴക്കാലമാകും. ഇൻ്റർമിറ്റൻറ്റ് റെയിൻ കണ്ടിന്യൂസ് ഫോർ 4 to 5 months. ആ മഴ ഇടയ്ക്കിടയിൽ പെയ്യുന്ന ഈ മഴ 5-6 മാസം അങ്ങനെ നീണ്ട് നിൽക്കും. ദെൻ ഗ്രാജ്വലി ഇറ്റ് ഗ്രോസ് കോൾഡ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മഴ എന്തായി മാറും? തണുപ്പേറി വരും. അത് കഴിയുമ്പോഴോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഹോട്ട്. ചൂടായിട്ട് മാറും, വേനൽക്കാലമായിട്ട് മാറും. സം ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്. അപ്പോൾ മരങ്ങളിൽ ചിലത് ഇല പൊഴിക്കും. ബെയർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അതുപോലെ പുഷ്പിക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. അതായത് മഴ കഴിഞ്ഞ് തണുപ്പാവും, തണുപ്പ് കഴിഞ്ഞ് ചൂടാകും, ചൂട് കഴിഞ്ഞിട്ട് മരങ്ങളിൽ ചിലത് ഇല പൊഴിക്കും, പുഷ്പിക്കും, കായ്ക്കും. അതെല്ലാം നമ്മളുടെ എന്താണ്? ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതിന് പറയുന്ന പേരാണ് എന്ത്? റവല്യൂഷൻ, പരിക്രമണം. ഡു യു നോ വൈ ദീസ് സീസണൽ ചേഞ്ചസ് ഒക്കർ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാലങ്ങൾ മാറി മാറി അനുഭവപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റവല്യൂഷൻ ഓഫ് ദ എർത്ത് ദാറ്റ് വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സീസൺസ്. ഭൂമിയുടെ പരിക്രമണമാണ് ഇത്തരത്തിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടുന്നതിന് കാരണം. യു ഹാവ് ലേൺ ഇൻ ദ പ്രീവിയസ് ക്ലാസ് ദാറ്റ് ഓൾ ദ പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദ സൺ. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നുവെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതാണ്. കണ്ട പിക്ചർ ഫിഗർ 5.16 കണ്ടോ? നമ്മളിത് 5ാം ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചതാണ് സൗരയൂഥത്തിനെ കുറിച്ച്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഡു യു നോ ഹൗ ലോങ് ഇറ്റ് ടേക്സ് ഫോർ ദ എർത്ത് ടു കംപ്ലീറ്റ് 1 റവല്യൂഷൻ അറൗണ്ട് ദ സൺ? ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര ദിവസങ്ങൾ വേണ്ടിവരും എന്ന് നിങ്ങൾക്കറിയാമോ? ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റാൻ എത്ര ദിവസം വേണ്ടിവരും? ആക്ച്വലി ഇറ്റ് വിൽ ടേക്ക് 365 1/4 ഡേയ്സ്. എത്രയാണ്? 365 ദിവസം വേണ്ടി വരും. ഇതാണ് ഒരു വർഷം എന്ന് നമ്മൾ പറയുന്നത്. വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് എ ഇയർ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു വർഷമെന്ന് കണക്കാക്കാം. ഈ 365 ദിവസത്തെയാണ് നമ്മൾ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നത്. ഇതാ കാണിക്കുന്ന റെവല്യൂഷൻ ഓഫ് ദ എർത്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്. വൗ, വാട്ട് ഈസ് സ്പീഡ്? എന്തൊരു വേഗമാണ് നോക്കിയാട്ടെ. ഡു യു നോ ദ ആവറേജ് സ്പീഡ് ഓഫ് ആൻ എയ്റോപ്ലെയിൻ? എയ്റോപ്ലെയിൻ പോകുന്ന കണ്ടിട്ടുണ്ട് നിങ്ങളില്ലേ? ഒരു വിമാനത്തിൻ്റെ വേഗത എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇറ്റ് ഈസ് അബൌട്ട് 560 km/h. എന്താണ്? മണിക്കൂറിൽ ഏകദേശം 560 km ആണ്. എന്നാൽ മണിക്കൂറിൽ ശരാശരി എത്രയാണ്? ബട്ട് ദ സ്പീഡ് ഓഫ് റവല്യൂഷൻ ഓഫ് ദ എർത്ത് ഈസ് 96,000 km/h. എന്നാൽ ശരാശരി 96,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയുടെ പരിക്രമണം. ഒരു പ്ലെയിൻ 560 കിലോമീറ്റർ ആണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ സ്പീഡ് എത്രയാണ്? 96,000. അത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ എത്ര സ്പീഡിലാണ് കറങ്ങുന്നത് എന്ന് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലീപ്പ് ഇയർ? നമ്മൾ നിങ്ങളുടെ കലണ്ടറിൽ ചില വർഷം നോക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ 28 ദിവസവും ചില വർഷങ്ങളിൽ 29 ദിവസമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? അത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾ പറഞ്ഞു ഒരു വർഷമെന്ന് പറയുന്നത് 365 കാലാണെന്ന്. അതിലെ കാൽ എന്ന ഭാഗം എത്ര കാല് കൂടുമ്പോഴാണ് ഒന്നാകുക? എത്ര കാല് വേണം? 1/4 4 പ്രാവശ്യം എഴുതി കൂട്ടുമ്പോൾ നമുക്കൊരു 1 കിട്ടും ഇല്ലേ? 1/4 + 1/4 എത്രയാവും? 1/4 അല്ലേ? അത് 4 പ്രാവശ്യം എഴുതുമ്പോൾ നമുക്ക് ഒരു ദിവസമായിട്ട് കിട്ടും. നോക്കിയാണ്ട് എന്താണ് അതിൻ്റെ കഥ? ടു കംപ്ലീറ്റ് 1 റവല്യൂഷൻ ദ എർത്ത് ടേക്സ് 365
1/4 ഡേയ്സ്. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണ്ടി വരും. ബട്ട് എ ഇയർ നോർമലി ഹാസ് 365 ഡേയ്സ്. എന്നാൽ ഒരു വർഷത്തിന് 365 ദിവസങ്ങളാണ് ഉള്ളത്. ദ റിമൈനിങ് 1/4 പാർട്ട് ഓഫ് എ ഡേ വിൽ ബി കൺസിഡേർഡ് ആസ് എ ഫുൾ ഡേ വൺസ് ഇൻ എവരി 4 years. അപ്പോൾ ആ 1/4 അവിടെ ബാക്കി കിടക്കുകയല്ലേ, അതെന്താവും? ബാക്കിയുള്ള 1/4 ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി, ഒറ്റ ദിവസമായിട്ട് പരിഗണിക്കും. Thus, every 4th year has 366 days and is called a leap year. അങ്ങനെ വരുമ്പോൾ ഓരോ 4ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങൾ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിൽ 365 ദിവസമേ കൂട്ടുന്നുള്ളൂ. ആ 1/4 എന്നുള്ളത് ഭാഗം 4 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസമാകും. അപ്പോൾ 365 എത്രയായി മാറും? 366 മാറും. ആ വർഷമാണ് ഫെബ്രുവരിയിൽ 29 ദിവസം വരുന്നത്. അതായത് ഈ വർഷം 29 ദിവസമാണെങ്കിൽ പിന്നീട് 4 വർഷം കഴിഞ്ഞിട്ടേ ഫെബ്രുവരി മാസത്തിൽ 29 ദിവസം വരികയുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. തിങ്ക് വാട്ട് മൈറ്റ് ഹാപ്പൻ ഇഫ് ഐ സ്റ്റോപ്പ് റിവോൾവിങ് അറൗണ്ട് ദ സൺ. സൂര്യൻ ചോദിക്കുകയാണ്, ഞാൻ സൂര്യനെ ചുറ്റുന്നത് നിർത്തിയാൽ, ഭൂമി ചോദിക്കുകയാണ്, ഞാൻ സൂര്യനെ ചുറ്റുന്നത് നിർത്തിയാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞ ഡേ ആൻഡ് നൈറ്റും അല്ലേ, സൺറൈസ് സൺസെറ്റും അതുപോലെ കാലാവസ്ഥയും എല്ലാം തെറ്റും. ഇത് ഭൂമി എന്താണ്, സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. ഓ ദാറ്റ് ഈസ് വൈ ഐ ഹാവ് ബർത്ത്ഡേ ഓൺലി വൺസ് ഇൻ എവരി 4 years ആസ് ഐ വാസ് ബോൺ ഓൺ 29 ഫെബ്രുവരി. അത് കണ്ടോ, ആണല്ലേ, ഫെബ്രുവരി 29 ജനിച്ച എനിക്ക് 4 വർഷം കൂടുമ്പോൾ മാത്രം ജന്മദിനം ആഘോഷിക്കാൻ പറ്റുന്നത്. അതൊരു തമാശയായി പറഞ്ഞിരിക്കുകയാണ്. 4 വർഷം കൂടുമ്പോഴേ ഫെബ്രുവരി 29 വരാറുള്ളൂ. അപ്പോൾ ഒരു വർഷം ഫെബ്രുവരി 29 ജനിച്ച ആൾക്ക് 4 വർഷം കഴിഞ്ഞല്ലേ ഉള്ളൂ ഫെബ്രുവരി 29. അതൊരു തമാശയായിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. യു ക്യാൻ സീ ദ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? റൊട്ടേഷനെ കുറിച്ചും റെവല്യൂഷനെ കുറിച്ചുമുള്ള വ്യക്തമായ ഒരു ധാരണ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാഠഭാഗം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി നല്ല വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ ഈ പ്രപഞ്ചത്തിൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.